സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് സമസ്ത പാദവാർഷിക പരീക്ഷ 3ാം ക്ലാസ് ദുറൂസുൽ ഇഹ്സാൻ പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം, ഏത് രൂപത്തിലായിരിക്കും ചോദ്യങ്ങൾ വരിക, എത്ര പാഠങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാനുണ്ട് എന്നീ വിഷയങ്ങളെല്ലാം ഉൾപ്പെടുത്തിയ വളരെ ഉപകാരപ്രദമായ നല്ല വീഡിയോയാണ്. മുഴുവനായി തന്നെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല മാർക്ക് നമുക്ക് നേടാൻ കഴിയും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്ന ചോദ്യപേപ്പർ കഴിഞ്ഞ പാദവാർഷിക പരീക്ഷയ്ക്ക് മദ്രസകളിൽ സമസ്ത നേരിട്ട് നടത്തിയ പേപ്പറുകളാണ്. അതുകൊണ്ട് ചോദ്യം വരുന്ന രൂപങ്ങൾ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രധാന വിഷയങ്ങൾ പറയുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് ഈ ചോദ്യപേപ്പർ ഉത്തരസഹിതമൊന്ന് പരിചയപ്പെടാം. സാധാരണയൊക്കെ വരുന്നത് പോലെ തന്നെ യോജിച്ചവ ചേർക്കാം എന്ന ഒന്നാമത്തെ ചോദ്യം. 7 ചോദ്യങ്ങൾ അതിലുണ്ട്. ഓരോ ചോദ്യത്തിൻ്റെയും ഉത്തരം ഇടതുഭാഗത്ത് കള്ളിയിൽ കോളത്തിലാക്കി കൊടുത്തിട്ടുണ്ട്. ഓരോന്നിനെയും നേരെ യോജിച്ചത് തിരഞ്ഞെടുക്കണം. പെട്ടെന്ന് നമുക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. 1-2 തവണ വായിച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധമുള്ളത് നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയും. ചിലത് വേഗം തന്നെ കിട്ടും, ചിലതൊരല്പം പ്രയാസമുണ്ടാകും. അപ്പോൾ അറിയുന്നത് ആദ്യം എഴുതുക, എന്നാൽ ബാക്കിയുള്ളത് ഒന്നുകൂടെ എളുപ്പമാകും. അങ്ങനെയാണ് ഇതുപോലത്തെ ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. ആദ്യം നമുക്ക് ഉറപ്പുള്ളത് എഴുതി വെക്കുക, എന്നിട്ട് സംശയമുള്ളത് ആലോചിക്കുമ്പോൾ വേഗം കിട്ടും. ഇവിടെ ഒന്നാമത്തത് അബ്ദുല്ലാഹിബിനുൽ മുബാറക്ക് എന്താണ് അതിനോട് ചോദിച്ചത്? അദ്ദേഹം ഒരു മഹാപണ്ഡിതനായിരുന്നു. അപ്പം മഹാപണ്ഡിതൻ എന്നതാണ് അവിടെ ചോദിച്ചത്. ഇനി രണ്ടാമത്തത് കഴിക്കുന്ന ഭക്ഷണം എന്തായിരിക്കണം? ഹലാലും തൊയ്യിബുമായിരിക്കണം. രണ്ടും വ്യത്യസ്തമുണ്ട്. ഹലാൽ എന്ന് പറഞ്ഞാൽ ഹറാമായതൊന്നുമല്ല, മറ്റുള്ളവരത് മോഷ്ടിച്ചതോ അല്ലെങ്കിൽ അപഹരിച്ചെടുത്തതോ ഒന്നുമല്ല, നമ്മുടേതാണ്, നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയതാണ്, അങ്ങനത്തതാണ് ഹലാൽ. തൊയ്യിബ് എന്ന് പറയുമ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റുന്നതുണ്ട്. പൂച്ച മാംസം നമുക്ക് ഭക്ഷിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടത് തൊയ്യിബാവില്ല. അപ്പോൾ കഴിക്കാൻ പറ്റുന്നതായിരിക്കണം, ഹറാമല്ലാത്ത രൂപത്തിലൂടെ സമ്പാദിച്ചതുമായിരിക്കണം. അതാണ് ഹലാലും തൊയ്യിബുമായിരിക്കുക എന്ന് പറഞ്ഞത്. ഇനി മൂന്നാമത്തത് ഭക്ഷണത്തെ കുറ്റപ്പെടുത്താതിരിക്കുക. ചിലപ്പോൾ നല്ല രുചി ഉണ്ടാവും, ചിലപ്പോൾ അല്പം രുചി കുറയും. രുചി കുറഞ്ഞതിൻ്റെ പേരിൽ ഒരിക്കലും ഇതെനിക്ക് വേണ്ട, ഇതെന്ത് ഭക്ഷണമാണ് എന്നൊക്കെ പറഞ്ഞ് ഭക്ഷണത്തെ കുറ്റപ്പെടുത്താതിരിക്കുക. നാലാമത്തത് ഭക്ഷണത്തിലേക്കും പാനീയത്തിലേക്കും ശ്വാസം വിടാതിരിക്കുക. അതുകൊണ്ടാണ് നമ്മൾ വെള്ളത്തിലേക്കും ചായയിലേക്കും ചൂടുള്ളതിലേക്കൊന്നും ഊതരുത് എന്ന് പറയുന്നത്. അത് നല്ലതല്ല. അപ്പോൾ ശ്വാസം വിടാതിരിക്കുക എന്നതാണ് യോജിച്ചത്. ഇനി അഞ്ചാമത്തത് അയൽവാസികളെ സ്നേഹിക്കണം. അയൽവാസികളെ നമ്മളെ കുടുംബക്കാരെ പോലെ തന്നെ നമ്മൾ കണ്ട് സ്നേഹിക്കണം. ഒരിക്കലും നമ്മൾ അയൽവാസികൾക്ക് ദ്രോഹം ചെയ്യുന്നവരാവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അള്ളാഹു നമ്മളോട് കോപിക്കും. ആറാമത്തത് കുടുംബക്കാരെ സൽക്കരിക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സൽക്കാരങ്ങളൊക്കെ നടത്തുന്നത് നല്ലതാണെന്നാണ് മനസ്സിലാകുന്നത്. കാരണം അത് നമ്മുടെ കുടുംബ ബന്ധങ്ങൾ നല്ലോണം ഊട്ടി ഉറപ്പിക്കും. അത് പുലർത്തുന്നതിലൂടെ അള്ളാഹു നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകും. അത് അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ്. ഏഴാമത്തത് ഭക്ഷണം കഴിച്ച ശേഷം ഏതാണ് ചോദിച്ചത്? വിരലുകൾ ഊമ്പുക. കാരണം ഭക്ഷണാവശിഷ്ടങ്ങൾ നമ്മൾ കഴുകുന്നതിൽ അത് പായായി പോകും. അതും കൂടെ നമ്മുടെ അകത്തേക്കാവണം എന്നുള്ള നിലക്കാണ് വിരലുകൾ ഊമ്പുക എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് രണ്ടാമത്തത് വായിക്കാം. 2 വീതം എഴുതാം എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഉത്തരത്തിൽ നമ്മൾ 2 എഴുതി കൊടുത്തിരിക്കുന്നത്. മുഴുവനായും നിങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയും അഥവാ ചോദിച്ചു കഴിഞ്ഞാൽ എളുപ്പമുള്ളത് എടുത്ത് എഴുതാനൊക്കെ വേണ്ടിയിട്ട് അതിൽ വരുന്ന പരമാവധി സ്ഥലത്തിനനുസരിച്ചുള്ളത് നമ്മളവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. എല്ലാം മനസ്സിലാക്കി വെക്കുക. ചിലപ്പോൾ വേർതിരിക്കാനോ ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതാനോ പൂരിപ്പിക്കാനോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാതെയായി പോകരുത്. കുടുംബക്കാരുമായി ഒന്നാമത്തതാണ്. കുടുംബക്കാരുമായി നല്ല ബന്ധം പുലർത്തിയാൽ ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? റിസ്ക് വിശാലമാകും. റിസ്ക് എന്ന് പറഞ്ഞാൽ നമുക്കുള്ള ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും വിശാലമാകും. അതുപോലെ തന്നെ ആയുസ് കൂടും. നമ്മുടെ ആയുസ് കൂടും, ദീർഘായുസ് ഉണ്ടാകും നമുക്ക്. സ്വർഗത്തിൽ കടക്കാൻ കാരണമാകും. നമ്മളും അവരും തമ്മിൽ സ്നേഹം വർദ്ധിക്കും. നമ്മളും അവരും തമ്മിലുള്ള സ്നേഹം കൂടി വരും. അപ്പോൾ ഇതൊക്കെ കുടുംബക്കാരുമായി നല്ല ബന്ധം പുലർത്തിയാൽ ലഭിക്കുന്ന നേട്ടങ്ങളാണ്, പഠിച്ചു വെക്കുക. രണ്ടാമത്തത് അയൽവാസികളോടുള്ള കടമകളാണ്. നമ്മുടെ അയൽവക്കത്തുള്ള കുടുംബക്കാരല്ലാത്ത ആളുകളോട് അവരെ വേദനിപ്പിക്കാതിരിക്കുക. അപ്പോൾ ഒന്നിൻ്റെ പേരിലും നമ്മൾ അവരെ വേദനിപ്പിക്കാതിരിക്കുക.
അവർ നമ്മെ വേദനിപ്പിച്ചാൽ നാം പൊറുക്കുക. അപ്പോൾ അങ്ങനെ ആരെങ്കിലും നമ്മുടെ അയൽവാസികൾ നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് പുറത്തു കൊടുക്കുക, അവരെ ബഹുമാനിക്കുക, അവരുടെ കുറവുകൾ മറച്ചു വെക്കുക. അവർക്ക് പോരായ്മകളുണ്ടാവും, ചിലപ്പോൾ നമ്മളായിരിക്കും, അയൽവാസികളായ നമ്മളായിരിക്കും അതിനെക്കുറിച്ച് കൂടുതലായി അറിവുള്ളവർ എന്ന് കരുതി നാട് നീളെ നടന്ന് പാട്ടാക്കുന്ന ശീലം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. ആരോടും പറയരുത്. അവരുടെ കുറവുകളൊക്കെ മറച്ചു വെക്കുക, അവർക്ക് ഗുണം ചെയ്യുക. നമ്മളെക്കൊണ്ട് എന്ത് ഗുണമാണോ ചെയ്യാൻ കഴിയുക അത് ചെയ്യുക. ഇനി ഗുണം ചെയ്തില്ലെങ്കിൽ പോലും ഒരിക്കലും തന്നെ ഒരു ദ്രോഹവും അവർക്ക് നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവരുത്. അത് അള്ളാഹുവിൻ്റെ കോപത്തിന് കാരണമാകും. അവരെ സന്ദർശിക്കുക. അപ്പോൾ ഇടയ്ക്കൊക്കെ പോയി അവരെ സന്ദർശിക്കുക. രോഗിയായിട്ടുണ്ടെങ്കിൽ വിവരങ്ങളൊക്കെ ഒന്ന് ചോദിക്കുക, അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുക. അപ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അറിഞ്ഞ് എന്തെങ്കിലും പരിഹാര മാർഗങ്ങൾ ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്തു കൊടുക്കുക. ഇനി മൂന്നാമത്തത് വിരുന്നിൻ്റെ മര്യാദകളാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ പലപ്പോഴും നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവർ വിരുന്ന് വരും. അപ്പോൾ മര്യാദകളുണ്ട്. എന്താണ്? അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കണം. അപ്പോൾ വിരുന്ന് വരുന്ന സമയത്ത് ഇപ്പോൾ എന്തൊക്കെയാണ് വിവരങ്ങൾ, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ എങ്ങനെ എന്നൊക്കെ വിവരങ്ങൾ, സുഖവിവരങ്ങൾ അന്വേഷിക്കുക. പ്രസന്ന ഭാവത്തോടുകൂടി വിരുന്നുകാരെ സ്വീകരിക്കണം. അപ്പോൾ നമ്മൾ എന്തോ ഒരു ദേഷ്യ മുഖത്തോടുകൂടെ പെരുമാറുമ്പോൾ അവർക്ക് പിന്നെ സന്തോഷമുണ്ടാവില്ല, വിരുന്ന് വന്ന ആളുകൾക്ക് വിഷമാകും. അപ്പോൾ അതുകൊണ്ട് പ്രസന്ന ഭാവത്തോട്, നല്ല ചിരിക്കുന്ന പുഞ്ചിരി തൂകുന്ന മുഖത്തോടുകൂടെ പെരുമാറുക. വിരുന്നുകാരോടൊപ്പം ഭക്ഷണം കഴിക്കുക. അപ്പോൾ വിരുന്നുകാരോടൊപ്പം നമ്മൾ നമ്മുടെ വഴിക്ക് പോകുന്നു, അവരോട് പറയും നിങ്ങൾ ഭക്ഷണം എടുത്ത് കഴിച്ചോ. ആ ശൈലി മാറി അവരോടുകൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക. ഇതൊക്കെ വിരുന്നുകാരോടുള്ള അദബിൻ്റെ ഭാഗമാണ്. ഇനി അടുത്തത് മൂന്നാമത്തത് ഉത്തരം എഴുതാം എന്ന ചോദ്യമാണ്. വായിക്കുന്നതിന് മുമ്പ് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ സബ്സ്ക്രൈബാണ്. നിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവുമെന്നറിയാം. ചെയ്യാത്ത കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുത്തേക്കുക. ഉപകാരപ്പെട്ടെങ്കിൽ നന്ദി അറിയിച്ച് അൽഹംദുലില്ലയോ, താങ്ക്സോ, ആമീനോ എന്തെങ്കിലും ഒന്ന് കമൻറ്റിലൂടെ എഴുതി അറിയിക്കുകയും ചെയ്യുക. പ്രധാനപ്പെട്ട 4 ചോദ്യങ്ങളാണ് വായിക്കുന്നത്. എല്ലാവരും ഇപ്പോൾ തന്നെ പഠിച്ചു വെക്കുക. ഒന്നാമത്തത്, ആരാണ് നമ്മുടെ അയൽവാസികൾ? നമ്മുടെ വീടിൻ്റെ ഓരോ ഭാഗത്തേക്കുമുള്ള 40 വീടുകളിലുള്ളവരാണ്. അപ്പോൾ 4 ഭാഗങ്ങൾ എടുക്കുക. 4 ഭാഗങ്ങളിലേക്കും 40 വീടുകൾ. ആ വീടുകളിലുള്ള എല്ലാവരും നമ്മുടെ അയൽവാസികളാണ്. ശ്രദ്ധിക്കണേ. രണ്ടാമത്തത്, ആരാണ് കുടുംബക്കാർ? നമ്മുടെ ഉപ്പയുമായോ ഉമ്മയുമായോ രക്തബന്ധമുള്ളവരാണ് നമ്മുടെ കുടുംബക്കാർ. അപ്പോൾ കുടുംബക്കാർ എന്ന് പറയുന്നത് ഇവരാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇനി മൂന്നാമത്തത്, എന്തിനാണ് നാം ഭക്ഷണം കഴിക്കുന്നത്? ഇപ്പോൾ നമ്മളൊക്കെ നല്ലോണം ഭക്ഷണം കഴിക്കുന്നവരാണ്. എന്തിനാണ് കഴിക്കുന്നത്? അള്ളാഹുവിന് ഇബാദത്ത് ചെയ്ത് ജീവിക്കാനും ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും. അള്ളാഹുവിന് ഇബാദത്ത് ചെയ്ത് ജീവിക്കാനും ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും. കാരണം നമുക്ക് അള്ളാഹുവിനെ ആരാധിക്കാൻ നമുക്ക് ആരോഗ്യം വേണം, നമ്മുടെ ശരീരം നല്ല ഉഷാറ് വേണം, ഉന്മേഷം വേണം. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നാലാമത്തത്, തുടക്കത്തിൽ ബിസ്മി ചൊല്ലാൻ മറന്നാൽ ഓർമ്മ വരുമ്പോൾ എന്തു ചൊല്ലണം? ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബിസ്മില്ലാ മറന്നു, അങ്ങനെയെങ്കിൽ ബിസ്മില്ലാഹി അവ്വലുഹു വാഹിറുഹു എന്ന് പറയണം. ഇനി നാലാമത്തത്, സ്വന്തം കുടുംബക്കാരുടെ പേരുകൾ കള്ളിയിൽ എഴുതാം. വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്. ഇതിന് പ്രത്യേകം പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. അതിൽ മാതൃകുടുംബം, നമ്മുടെ ഉമ്മയുടെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ ഉമ്മയുടെ പേര് എഴുതാം, ഉമ്മയുടെ ഉമ്മാൻ്റെ പേര് എഴുതാം, വല്യുമ്മാൻ്റെ പേര്. അതുപോലെ തന്നെ ഉമ്മയുടെ ഉപ്പാൻ്റെ പേര് എഴുതാം. അതുപോലെ തന്നെ പിതൃകുടുംബം, പിതാവിൻ്റെ കുടുംബത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഉപ്പയുടെ പേര് എഴുതാം. അതുപോലെ തന്നെ ഉപ്പയുടെ ഉമ്മാൻ്റെ പേര് എഴുതാം, ഉപ്പയുടെ ഉപ്പാൻ്റെ പേര് എഴുതാം. അപ്പോൾ ഇങ്ങനെ നമ്മുടെ കുടുംബക്കാരുടെ പേര് എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഉപ്പാൻ്റെ പേരും നമ്മുടെ വല്യപ്പാൻ്റെ പേരും വല്യമ്മാൻ്റെ പേരും പിന്നെ കുടുംബത്തിൽപ്പെട്ട അടുത്ത കുടുംബക്കാരുടെ പേരുകളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. രക്ഷിതാക്കളൊന്ന് പറഞ്ഞു കൊടുക്കുന്നത് നന്നായിരിക്കും. ഇനി അഞ്ചാമത്തത്, പൂരിപ്പിക്കാമെന്ന ചോദ്യമാണ്. 2 ചോദ്യങ്ങളാണ് അതിൽ വന്നിട്ടുള്ളത്. ലൈസൽ മുഅ്മിനു, വിശ്വാസിയാവില്ല, അല്ലദി യഷ്ബഉ, വയറ് നിറക്കുന്നവൻ, വജാറുഹു, അവൻ്റെ അയൽവാസിയാണെങ്കിലോ, ജാഇഹുൻ ഇലാ ജംബിഹി, അവൻ്റെ അയൽപക്കത്തുള്ളയാൾ വിശന്നിരിക്കുകയാണ്, പട്ടിണിയിലാണ്. അങ്ങനത്തെ ഒരു വ്യക്തി, വയറ് നിറക്കുന്ന വ്യക്തി വിശ്വാസിയാവില്ല എന്നാണ് അതിൻ്റെ ആശയം വരുന്നത്. ഹദീസും മനസ്സിലാക്കുക, അതിൻ്റെ ആശയവും മനസ്സിലാക്കുക.
ഇനി മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയുക്രിം ലൈഫഹു. ഏതെങ്കിലും ഒരു വിശ്വാസി അന്ത്യനാളിലും അള്ളാഹുവിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ അവൻ്റെ അതിഥിയെ ബഹുമാനിച്ചു കൊള്ളട്ടെ എന്നാണ് അതിൻ്റെ ആശയം. ഇനി ആറാമത്തത് ക്രമത്തിലാക്കാം എന്നുള്ളതാണ്. ഓർഡർ തെറ്റിച്ചവിടെ കൊടുത്തിട്ടുണ്ട്, അതിന് നമ്മൾ ശരിയാക്കി താഴെ എഴുതിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹില്ലദി അത്വഅമനി ഹാദ വറസഖനീഹി മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പഠിച്ചു വെക്കുക. ഒരു പക്ഷേ പൂരിപ്പിക്കാനോ മറ്റോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ മാർക്ക് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞതിലൂടെ ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ആകെ 4 പാഠങ്ങളെ നമുക്ക് പഠിക്കാനുള്ളൂ. എല്ലാം നന്നായി പഠിക്കുക. ചോദ്യോത്തരങ്ങൾ, അതുപോലെ തന്നെ പാഠത്തിൽ വരുന്ന ചെറിയ ഹദീസുകൾ, ആയത്തുകൾ ഉണ്ടെങ്കിൽ അത് ഒക്കെ നോട്ട് ചെയ്ത് പഠിക്കുക. മുഴുവൻ മാർക്കും നമുക്ക് നേടാൻ കഴിയും. ഇനിയും നല്ല നല്ല വീഡിയോകൾ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവർ ചെയ്ത് കൂടെ കൂടുക. ഒരു ലൈക്ക് കൊടുത്തേക്കുക. ഉപകാരം അറിയിച്ച് എന്തെങ്കിലും ഒന്ന് കമൻറ്റിലൂടെ എഴുതി അറിയിക്കുകയും ചെയ്യുക. അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ. ആമീൻ.